ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഷാരോണിന്റെ സുഹൃത്ത് റെജിന്റെ മൊഴിയാണ്. ഗ്രീഷ്മ ചതിച്ചെന്ന് റെജിനോട് ഷാരോൺ പറഞ്ഞിരുന്നു. ഈ മൊഴിയാണ് പോലീസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. VS അനു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗ്രീഷ്മ ഇപ്പോൾ കുറ്റക്കാരിയാണെന്ന്, ഷാരോൺ വധക്കേസ് കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായത് അന്ന് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഷാരോണിനൊപ്പം ഉണ്ടായിരുന്ന റെജിൻ്റെ മൊഴിയാണ്. ഇപ്പോൾ റെജിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ത്യപരമായ നല്ല ന്യായമുള്ള ഒരു ശിക്ഷ കിട്ടണം, കാരണം അത്ര വിഷമമുണ്ട്. ഈ ഷാരോൺ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഗ്രീഷ്മയെ സംശയിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് നിങ്ങൾക്ക് സുഹൃത്തുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അവൻ നല്ല വിശ്വാസമായിരുന്നു, കാരണം അവൻ ഇതേപോലെ ചതിക്കുമെന്ന് അവൻ വിചാരിച്ചിട്ടില്ല. അത്രയ്ക്കാളെ വിശ്വസിച്ചിട്ടുണ്ട്. റെജിൻ്റെ മൊഴിയായിരുന്നു ഈ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ ഒരു പച്ച നിറം ഉണ്ടായിരുന്നു. അതാണ് ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു നിർണായകമായത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നു? അപ്പോൾ അതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടില്ല ഇതേപോലെ ആകുമെന്ന്. പക്ഷേ അന്നും ഛർദ്ദിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എന്ത് പറ്റി. അപ്പോൾ അവൻ തന്നെ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കഷായം ഫ്രൂട്ടിയും ചതിച്ചുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും എനിക്ക് തോന്നിയില്ല. പക്ഷേ ലാസ്റ്റ് മരിച്ചപ്പോഴാണ് സത്യം. അവൻ മരണസമയത്തും ആലോചിച്ചില്ല ഇവളാണ് ചതിച്ചതെന്ന് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഏതായാലും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ അമ്മ പ്രതിയല്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അമ്മ അതെനിക്കറിയത്തില്ല. മൂന്നാം പ്രതി സാക്ഷികൾ തെളിയിച്ചുകൊണ്ട് അങ്ങനെ ശിക്ഷ, അവൾക്ക് വലിയ ശിക്ഷ കിട്ടണം. അതാണ് നമുക്കിത്. ഏതായാലും റെജിനാണ് ഇപ്പോൾ നമുക്ക് ഈ റെജിൻ്റെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. കാരണം ഗ്രീഷ്മയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് ഈ കഷായം കുടിച്ച് പുറത്തിറങ്ങുന്നതാണ് വരുമ്പോഴാണ് ഷാരോൺ ഛർദ്ദിക്കുന്നത്. ആ ഛർദിലിൻ്റെ കളർ വ്യത്യാസം റെജിനാണ് തിരിച്ചറിയുന്നത്. ആ റെജിൻ്റെ മൊഴിയാണ് ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി M. ബഷീർ വിധിച്ചിരിക്കുകയും ചെയ്യുന്നു.